ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഫുട്ബോളർ. അദ്ദേഹം ശരിക്കും ഒരു ഗോൾ അടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആവേശം കൊണ്ട് അദ്ദേഹം ആ ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിൽ ചെന്ന് ആദ്യം ചെയ്തത് വൃക്ഷാസനമാണ് ചെയ്തത്. ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യവും പ്രായോഗികമല്ലാത്തത്. കാരണം അത് യുക്തിവാദികൾ മനസ്സിലാക്കുന്നതിലുള്ള പാളിച്ചയാണ്. മാതാപിതാക്കന്മാരെ ശരിയായ രീതിയിൽ ബഹുമാനിക്കാനോ സംരക്ഷിക്കാനോ ഇന്ന് നമ്മുടെ ജനറേഷൻ തയ്യാറാകുന്നില്ല. എല്ലാവരെയും എല്ലാം സ്വീകരിക്കുന്നു, തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇന്ന് വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ്? തലമുറയ്ക്ക് സംസ്കാരം ഇല്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയവരാണ് എന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് ലോകമാകെ, ഭാരതമാകെ അല്ല, ഇന്ത്യ ആകെ അല്ല, ലോകമാകെ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംസ്കാരമാണ് യോഗ എന്ന് പറയുന്നത്. യുക്തിവാദികളും അടക്കമുള്ള ആളുകൾ എന്താണ് പ്രചരിപ്പിക്കുന്നത്? കല്ലിനെയും മുള്ളിനെയും ആരാധിക്കുന്നു. കല്ലിനെയും മുള്ളിനെയും ആരാധിച്ചാൽ എന്ത് ലഭിക്കും എന്നുള്ളതാണ്. എത്രയോ അമ്മമാരും അച്ഛന്മാരുമാണ് ഇന്നിവിടെ ഉപദ്രവിക്കപ്പെടുന്നത്. അതെ, സ്വന്തം മക്കള് തന്നെ കൊന്നു കൊടുക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അതെ. ഈശ്വരാരാധനയുടെ പ്രത്യക്ഷത്തിലുള്ള ഭാവം എന്ന് പറയുന്നത് അവനവനെ ശരിയാക്കുക എന്നുള്ളത് തന്നെ.